പ്രധാനപ്പെട്ട വാർത്തയാണ്. UDF മുന്നണി വിപുലീകരണത്തിൽ മുന്നറിയിപ്പുമായി KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു വഴിയമ്പലമായി UDFനെ കാണാൻ കഴിയില്ല. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുത് എന്നാണ് മുല്ലപ്പള്ളിയുടെ മുന്നറിയിപ്പ്. പ്രധാനമായും PV അൻവറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. PV അൻവറിന് എന്തും പ്രതികരിക്കാമെങ്കിലും UDFിനകത്ത് വരുമ്പോൾ കുറച്ചുകൂടി സംയമനം പാലിക്കണം. PV അൻവറിനോട് അല്പം സംയമനം പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. PV അൻവർ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന, വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു നേതാവാണ്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ UDFിനകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സംയമനം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം എന്നുള്ളതും കൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം പറയുന്നത്. ഈ മുന്നണി ഒരു വഴിയമ്പലമായി കാണരുത്. ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയോടെ പോകണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുന്നണി വിപുലീകരണം എന്ന ആ ഒരു ലക്ഷ്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ വിജയം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ്. ഇപ്പോൾ ആ നീക്കത്തിനിടെ ആ വിപുലീകരണം വാർത്തകൾ ശക്തമാകുമ്പോഴാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു വഴിയമ്പലമായി UDFനെ കാണാൻ കഴിയില്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന, ആ ഒരു പരാമർശം എന്ന് പറയുന്നത്. ആ പരാമർശം നമുക്കൊന്ന് കേൾക്കാം. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളൂ. ചർച്ചകൾ പൂർത്തിയായിട്ടൊന്നുമില്ല. എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. അല്ല, അൻവറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആളല്ലാണ്. പക്ഷേ അൻവർ അല്പം സംയമനം പാലിക്കണം. എവിടെയായാലും മുന്നണിയാകട്ടെ പാർട്ടിയാകട്ടെ ആ അച്ചടക്കത്തിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുക, പരസ്യ പ്രസ്താവന നടത്തുന്നത് ഗുണകരമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ പാർട്ടിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ പ്രശ്നമാണത്. PV അൻവറിനെതിരെ ഒരു പരോക്ഷ പരാമർശം തന്നെയാണ്. നമുക്കറിയാം, PV അൻവർ MLA സ്ഥാനം രാജിവെച്ച സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് UDFിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൽ അടക്കമുള്ള നിലമ്പൂരിലെ വാർഡുകളിലെ അടക്കമുള്ള UDFിൻ്റെ വിജയം PV അൻവറിൻ്റേത് കൂടിയാണ്, PV അൻവറിൻ്റെ പ്രവർത്തന മികവിൻ്റേത് കൂടിയാണ് എന്നുള്ള ഒരു അഭ്യൂഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം UDFിനെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ അങ്ങനെ രംഗത്ത് നിൽക്കുമ്പോഴാണ് PV അൻവറിന് ഈ UDFിലേക്കുള്ള ഈ ഒരു പ്രവേശനം എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് അംഗമായി PV അൻവറിനെ തിരഞ്ഞെടുത്ത ആ ഒരു സാഹചര്യത്തിൽ PV അൻവറിനൊരു മുന്നേറ്റം, PV അൻവറിൻ്റെ ആ ഒരു മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് PV അൻവർ എന്തും ചോദിക്കാമെന്നുള്ള ആ ഒരു അത്തരത്തിലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം PV അൻവറിന് എന്തും പ്രതികരിക്കാമെങ്കിലും UDFിനകത്തുകൂടി വരുമ്പോൾ സംയമനം പാലിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്.